സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില കൂടി വർദ്ധിച്ചിരിക്കുന്ന ദിവസമാണെന്ന്. ഇന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. പുതിയ വില ലിറ്ററിന് 4 രൂപ വർദ്ധിച്ചു. പുതിയ വിലപ്രകാരം മിൽമയുടെ മഞ്ഞക്കവർ പാലായ മിൽമ സ്മാർട്ട് ലിറ്ററിന് 50 നിന്ന് 54 രൂപയിലേക്ക് കുതിച്ചു കയറി. നീലക്കവറിൽ വരുന്ന പ്രൈമിന്റെ വില 56 നിന്ന് 60ലേക്കും പച്ചക്കവറിൽ വിൽക്കുന്ന കൊഴുപ്പ് കൂടിയ മിൽമ റിച്ചിന് 6 രൂപ കൂടിയത് 64ലേക്കും എത്തി. തൈരിന് കിലോഗ്രാമിന് 10 രൂപയാണ് കൂടിയത്. പാൽ ഉൽപ്പന്നങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ആനുപാതികമായി വില കൂട്ടാനുള്ള നീക്കവുമുണ്ട്. തിരുവനന്തപുരത്തെ മിൽമ ബൂത്തിൽ നിന്ന് ഗോകുൽനാഥ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി കാണാം. സംസ്ഥാനത്ത് പാൽവില വർധനവ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. നേരത്തെ 50 രൂപയായിരുന്നത് ലിറ്ററിന് ഇപ്പോൾ 54 രൂപയായിട്ട് മാറി. മാത്രമല്ല പാൽ ഉൽപ്പന്നങ്ങൾക്കും അതേപോലെ തന്നെ വില കൂടിയിട്ടുണ്ട്. തൈരിന് കിലോയ്ക്ക് 10 രൂപയോളമാണ് കൂടിയത്. എന്തായാലും കർഷകർക്ക്, ക്ഷീര കർഷകർക്ക് വലിയ ഗുണകരമാകും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ പാൽവില വർധനവ് ഉയർന്നിരിക്കുന്നത്. വിവിധ മേഖലാ യൂണിയനുകളുടെ മിൽമ മേഖലാ യൂണിയനുകൾ പലപ്പോഴായി ഇത്തരത്തിൽ പാൽവില വർധനവ് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സമര പരിപാടികളുമൊക്കെ നടത്തുകയും തുടർന്ന് അങ്ങനെ പാൽവില വർധനവ് ഉണ്ടാവുകയുമായിരുന്നു. എന്തായാലും വലിയ പ്രതിസന്ധി ഇല്ലാതെ മിൽമയുടെ പല ഔട്ട്ലെറ്റുകളിലും വലിയ രീതിയിൽ തന്നെ പാൽവില വർധനവ് വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ജീവനക്കാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. പാൽവില വർധനവ് കാര്യമായി സാരമായി നിലവിൽ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ക്ഷീര കർഷകർക്ക് ഗുണകരമാകും, പക്ഷേ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കും എന്നുള്ളതാണ് മലയാളികളുടെ ഒരു പൊതുവായ കണക്കൂട്ടൽ. ഇതിങ്ങനെ വരുമ്പോൾ തക്കനെ വരുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെ. പാലിന് കൂടി, വേറെ എന്തിനാ പെട്രോളിന് കൂടി, ഡീസലിന് കൂടി, ഇന്ധനങ്ങളെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരൻ്റെ കാര്യം കുറച്ച് കഷ്ടം തന്നെ. ഈ ഇപ്പോഴത്തെ വരുമാനം വെച്ച് ജീവിക്കാൻ പാടാണ്. വലിയ വില വർധനവ് 4 രൂപയാണ് ഇപ്പോൾ നിലവിൽ കൂടിയിരിക്കുന്നത്. എന്തായാലും വലിയ തിരക്ക് ഇന്നുണ്ടായിരുന്നോ? പഴയതുപോലെ തന്നെ ആണല്ലോ? തിരക്ക് അതുപോലെ തന്നെയുണ്ട്. സ്ഥിരമായി വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സെല്ലാം അതുപോലെ തന്നെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ജനങ്ങൾ ഒരുവിധം സാമൂഹ്യ സ്ഥിതിയുമായിട്ട് അറിയാവുന്ന, അതെ, കാരണം പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില കൂടിയതും അതുപോലെ മറ്റ് സാധനങ്ങൾക്ക്, അതായത് ഹോട്ടലിൽ പോലും സാധനങ്ങളുടെ വില കൂടിയതെല്ലാം അവർക്ക് അവബോധമുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മിൽമ മാത്രമല്ല ഇപ്പോൾ വില കൂടിയിട്ടുള്ളത്. പൊതുവിൽ സമൂഹത്തിലുള്ള വില വർധനവ് മാത്രമേ മിൽമയിലും ബാധിച്ചിട്ടുള്ളൂ. നല്ല ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ വില കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരും അതിനെ ആ ഒരു രീതിയിൽ തന്നെയാണ് സമീപിച്ചിട്ടുള്ളത്. മിൽമ ജീവനക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ആളുകളും ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആണ്. പലപ്പോഴും ഇപ്പോൾ ഇന്ധന പ്രതിസന്ധി അടക്കം അല്ലെങ്കിൽ ഇന്ധന വില വർധനവ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഒരു ഗ്യാപ്പിന് ശേഷമാണ് മിൽമ ഇത്തരത്തിൽ വില കൂട്ടിയത്. അതൊക്കെ കൊണ്ട് തന്നെ സാരമായി ഇപ്പോൾ മിൽമയുടെ ഔട്ട്ലെറ്റുകളിലോ കാര്യങ്ങളിലോ ഒക്കെ വലിയ തിരക്ക് കുറയുന്ന ഒരു സ്ഥിതിവിശേഷമൊന്നുമില്ല. എല്ലാ ആവശ്യക്കാർ കൃത്യമായി എത്തുകയും സാധനങ്ങൾ വാങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ് തിരുവനന്തപുരം അമ്പലത്തറയിൽ നിന്നുള്ള കാഴ്ച. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.